വളർന്ന ഇടത്തുംകുന്ന് ഭീമ സജീവ്. വാർഡ് 3 വട്ടക്കയം എ റാഷിദ് റാസി. വാർഡ് 4 നടുപ്പറമ്പ് സജന കബീർ. വാർഡ് 5 മുരിക്കോലി AS മുഹമ്മദ് ഷാഫി അണ്ണാമലപ്പറമ്പിൽ. വാർഡ് 6 മാതാക്കൽ സജിദ റബീസ് ഖാൻ. വാർഡ് 7 കാട്ടാമല ഷാജിദ DA വെളിയത്ത്. വാർഡ് 8 ഈലക്കയം സാബു നാരായണൻ. വാർഡ് 9 കാരക്കാട് നിഷാദ് നടക്കൽ. വാർഡ് 10 ദേവരിപാറ മുഹമ്മദ് സാദിഖ് കനാമ്പറമ്പ്. വാർഡ് 11 കുറ്റിമരംപറമ്പ് ഷബന അൻസൽ. വാർഡ് 12 പത്താഴപ്പടി AN ഹുസൈൻ. വാർഡ് 13 നടക്കൽ ഫാത്തിമ അനസ്. വാർഡ് 14 മുളന്താനം TM റഷീദ്. വാർഡ് 15 കൊല്ലംപറമ്പ് E നാസറുദ്ദീൻ. വാർഡ് 17 കുഴിവേലി നിഷാദ് പാലയംപറമ്പിൽ. വാർഡ് 18 ശാസ്താംകുന്ന് ഇൽമുനിസ ഷാദി. വാർഡ് 19 മറ്റക്കാട് EA സബാദ് ഇഞ്ചക്കാട്. വാർഡ് 20 വഞ്ചാങ്കൽ നസീറ ടീച്ചർ. വാർഡ് 21 ടൗൺ റയീസ് പടിപ്പുരയ്ക്കൽ. വാർഡ് 22 തടവനാൽ ജസ്ന ഷാഹിദ് കൊല്ലംപറമ്പിൽ. വാർഡ് 23 മുത്താരംകുന്ന് സുനൈസ് MB. വാർഡ് 25 ചിറപ്പാറ നെസ്നി ഹസീദ് കസീം. വാർഡ് 26 കല്ലൂരി സൗമി റാസി. വാർഡ് 27 കൊണ്ടൂർമല ഭീമ റാഫി. വാർഡ് 28 ബ്ലോക്ക് ഓഫീസ് വാർഡ് ഫയാസ് മുസ്തഫ. വാർഡ് 29 അരിമിത്ര ജെയിംസ് കുന്നേൽ. സ്ഥാനാർത്ഥി ഇപ്പോൾ 27 സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2 സ്ഥാനാർത്ഥികളുടെ വിവരം നാളെ രാവിലെ 10 മണിയോടുകൂടി പത്രക്കാരെ തന്നെ അറിയിക്കുകയാണ്. ഇവിടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങിയ 27 വാർഡിലെയും സ്ഥാനാർത്ഥികൾക്ക് വളരെ ഏറെ വിജയിക്കുവാനുള്ള സാധ്യത നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. യുവത്വത്തെ കണ്ടെത്തി നാടിന് സമർപ്പിച്ചിരിക്കുമെന്നുള്ള ഒരു വാർത്ത ഈരാറ്റുപേട്ടയിലാകെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ആ ചർച്ചയെ ഫലപ്രദമാക്കുവാൻ നമ്മൾ ഓരോ വോട്ടർമാരെയും കണ്ട് നമ്മളുടെ വോട്ട് നമുക്ക് അനുകൂലമായി നേടിയെടുത്തുകൊണ്ട് ഈ 27 സ്ഥാനാർത്ഥികളും വൻ വിജയം കരസ്ഥമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അതിലൂടെ നിങ്ങളെല്ലാം വിജയിച്ചു വരട്ടെ എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ രംഗത്തെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്ന പദ്ധതി ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിദാരിദ്ര്യം, അതായത് ഉപജീവനത്തിന് യാതൊരു മാർഗവുമില്ലാതെ വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങുകയും തലചായ്ക്കാൻ ഇടമില്ലാതിരിക്കുകയും മരുന്നിനോ വസ്ത്രത്തിനോ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ ഭക്ഷണത്തിനോ ഒന്നും മാർഗമില്ലാത്ത ആളുകൾ ഇല്ലാത്ത ഒരു നാടായി ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. നമ്മുടെ പൊതു ആരോഗ്യ മേഖല ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് ആയിക്കഴിഞ്ഞിരിക്കുന്നു.
നമ്മുടെ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും 9.5 വർഷക്കാലം ഭരിക്കുന്ന 1-2 പിണറായി സർക്കാരുകളുടെയും ഭരണ നടപടികളുടെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഉജ്ജ്വലമായ മുന്നേറ്റവും ഒരു സാക്ഷാത്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതേപോലെ തന്നെ മറ്റേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ മതനിരപേക്ഷതയും എന്തിന് നിയമവാഴ്ചയും എല്ലാ തരത്തിലുമുള്ള നീതിന്യായ പരിപാലനവും ഭരണഘടനാധിഷ്ഠിതമായ എല്ലാ സംവിധാനങ്ങളും തകർച്ചയെ നേരിടുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷതയെയും തച്ചു തകർക്കാൻ ഇടവരുത്തുന്ന രീതിയിലുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാസിസം അതിന്റെ വിശ്വരൂപം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. വർഗീയത അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ച് ഔദ്യോഗിക പ്രോത്സാഹനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും നീതിന്യായ വാഴ്ചയെയും എല്ലാം തകർക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തുല്യതയും നീതിനിഷ്ഠമായ സാമ്പത്തിക വിതരണവും എല്ലാം അപകടത്തിലായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വശത്ത് രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ ഭരണം 11ാം വർഷത്തിലേക്ക് എത്തുമ്പോ രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ അദാനിയുടെ സമ്പത്ത് 130% 11 കൊല്ലം കൊണ്ട് വർദ്ധിച്ചത്. ഭരണം വരുമ്പോ 10 രൂപ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 130 രൂപയായി മാറിയിരിക്കും. അതേസമയം ദാരിദ്ര്യരേഖയിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ രാജ്യം ലോകത്ത് 69ാമതായിരുന്നുവെങ്കിൽ ഇന്ന് 102ലേക്ക് താന്നിരിക്കുന്നു. ഇന്ത്യൻ രൂപയും ലോക നാണയമായ ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്കിൽ നമുക്ക് മോദി അധികാരത്തിൽ വരുമ്പോൾ $1 60 രൂപയ്ക്ക് കിട്ടുമായിരുന്ന സ്ഥിതിയിൽ നിന്നും ഇന്നത് 90ലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകരുന്നു. കഴിയുന്നുവെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം വല്ലാതെ വർദ്ധിക്കുമ്പോൾ അത് കുറച്ചു കൊണ്ടുവരുന്ന ഏക സംസ്ഥാനമായി കേരളം നിൽക്കുന്നുവെങ്കിൽ, വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്ന രാജ്യത്തെ ഏറ്റവും അധികം സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെങ്കിൽ, അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമായി കേരളം മാറിയെങ്കിൽ, ആ കേരളത്തെ നിലനിർത്തണമെങ്കിൽ 1 തുക വിനിയോഗിക്കാനുള്ള അധികാരവും ചുമതലയും നിക്ഷിപ്തമാക്കപ്പെട്ടിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. ആ തദ്ദേശ സ്ഥാപനങ്ങൾ ശരിയായ ലക്ഷ്യപ്രാപ്തി ഇറങ്ങുന്നവർ മുന്നോട്ട് പോകാൻ, അതിനെ നയിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഉജ്ജ്വലമായ മതനിരപേക്ഷ സംവിധാനം ചുമതലപ്പെടുത്തുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോ വാർഡിൽ കേവലം കൗൺസിലറാകാനുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ, ഈ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള അവരെ സംരക്ഷിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല നിങ്ങളിൽ ഓരോരുത്തരിലും ജയിച്ചു വന്നാൽ നിശ്ചിതമാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇവിടെ നടന്ന മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അഴിമതിയും അങ്ങനെയുള്ള എല്ലാ തെറ്റായ പ്രവണതകളും തുടച്ചു നീക്കിക്കൊണ്ട് ഏറ്റവും ശക്തമായ ഒരു ഭരണ സംവിധാനമായി ഈരാറ്റുപേട്ട നഗരസഭയെ മാറ്റേണ്ടതുണ്ട്. നമുക്കൊരു നയിക്കാൻ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടേറെ നമുക്ക് സ്വാർത്ഥമാക്കണം. എന്തിനേറെ, മുനിസിപ്പാലിറ്റിക്ക് ഒരു ആസ്ഥാന മന്ദിരം പോലും ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിട്ടും ഇട്ട കല്ല് അതേപടി ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് മനോഹരമായ സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബിയിലൂടെ അനുവദിച്ച 9 കോടി രൂപ ജനാധിപത്യ മുന്നണിക്ക് നാടിനെ കുറിച്ചൊരു സങ്കല്പമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ നിയുക്തരാകുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന ആശംസകളോടുകൂടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് ഇന്നയാളെന്ന് പറയാനില്ല, എല്ലാവരും തന്നെ ഡിഗ്രിയും
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഘടന നിരവധി പേർ, അതേപോലെ തന്നെ പൊതുരംഗത്ത് നന്നായി പ്രവർത്തിച്ച ആൾക്കാർ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളുകൾ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്. അവരെല്ലാം ഒറ്റ വാക്കിൽ ആദ്യമേ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 5 വർഷത്തെ കെടുകാര്യസ്ഥതയ്ക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടുകൂടി 29 പേരെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ അതോടൊപ്പം വളരെ അഭിമാനത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യക്കാകമാണ് എന്ന രൂപത്തിലേക്ക് നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ കഴിയുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഈരാറ്റുപേട്ടയ്ക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ നിരവധി സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം മറ്റുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും നടക്കാത്ത വികസന പ്രവർത്തനം ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒരു വ്യത്യാസവുമില്ലാതെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈരാറ്റുപേട്ടയിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള വാക്ക് കൊടുത്തുകൊണ്ട് പ്രകടനപത്രികയൊക്കെ നമ്മൾ ഇറക്കും. പക്ഷെ അതിലുപരിയായി തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത് പോലെ തന്നെ പിന്നീട് 5 വർഷക്കാലം നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവും, ഏതൊരാവശ്യത്തിനും ഞങ്ങളെ സമീപിക്കാം എന്ന വാക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട്